എനിക്ക് തോന്നുന്നത് കൃഷ്ണപ്രഭയെ 2 സ്ഥലങ്ങൾ കൃഷ്ണപ്രഭയെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഒന്ന് ചാലക്കുടി ചന്തപ്പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ കൃഷ്ണപ്രഭയുടെ മഹാഗണപതിയും വെച്ച് ഓപ്പണിംഗ് ഡാൻസ് ഒക്കെ വെച്ചിട്ടൊരു ഡാൻസ് എനിക്ക് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ കൊച്ചി എയർപോർട്ടിന്റെ വാർഷികത്തിന് പരിപാടി ഉണ്ടായിരുന്നു. നസീർക്കയുടെ ഷോ ആയിരുന്നു. ഞാൻ എൻ്റെ കൂട്ടത്തിൽ 2 ആർട്ടിസ്റ്റുകൾ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റുകൾക്ക് പിറ്റേന്ന് നെൽസണും കിഷോറും ഇവർക്ക് നസീർക്കയുടെ കൂടെ പരിപാടി. അപ്പോൾ ഇവർ തലേന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പോകാണ്ട് എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചിട്ട് പിറ്റേന്ന് നസീർക്കയുടെ പരിപാടിക്ക് പോകാൻ ഞാൻ അവരെ നസീർക്കയുടെ പരിപാടിക്ക് കൊണ്ടാക്കിയിട്ട് ഞാനത് കാണാൻ നിൽക്കുമ്പം ഗുണ്ടുമാങ്ങ തോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് വെച്ചിട്ട് ഇവർ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൊക്കലങ്ക കൊലകലങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് തത്തയുടെ സ്റ്റെപ്പുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ തത്തയുടെ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്, സുബിയും അവരും ഇവരും ഒക്കെ. അപ്പൊ ഞാനത് ഇപ്പൊ കൃഷ്ണപ്രഭ നല്ലൊരു കൊച്ചതിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സുബി നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ. കൃഷ്ണപ്രഭ ഒരു പുതിയ കൊച്ചിനെ കാണുകയും ചെയ്തു. ഞാൻ ചെന്ന് ഈ സുബിയോട് ചോദിച്ചു, സുബി നിന്റെ കൂടെ ആ കൊക്കരങ്ക എന്ന് പറഞ്ഞാൽ അത് കളിച്ചത് ആരാന്ന് ചോദിച്ചു. വിഷു ആയിലുള്ള 8 പേരും ഒരേ സ്റ്റെപ്പല്ലേ കളിച്ചത്. അപ്പൊ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയൂന്ന് ചോദിച്ചു. ഞാനറിയാതെ ഞാൻ ഒരാളെ നോക്കിയിരുന്ന കണ്ടത്. അപ്പൊ ഞാൻ ഈ കൃഷ്ണപ്രഭനെ കണ്ടിട്ട് ഞാൻ ചെന്നേ കൊക്കരങ്ക അരച്ചപ്പോ ഇത് 8 പേരും ഒരാളല്ലേ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് പുതിയ കൊച്ചാണ്, ഞങ്ങൾക്ക് അത് തന്നെ നോക്കിയിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് അറിയാം എന്നും കൂടെ സുബി പറഞ്ഞു. സുബിയുടെ കൂടെ കൃഷ്ണപ്രഭ സുബി ചേച്ചിയുടെ ടീമില് ഞാനൊരു 3-4 കൊല്ലത്തോളം, ഒരു 5 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അല്ല, കൃഷ്ണ മുമ്പ് പറഞ്ഞില്ലേ സുബി ഇങ്ങനെ അറിയാത്ത ഐറ്റംസ് കൂടെ പഠിപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞില്ല. അങ്ങനെ മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ഒരാളും കൂടെ ആയിട്ട് സുബിനെ തോന്നുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം നമ്മുടെ മിമിക്രി അസോസിയേഷനിൽ സുബി കുറേ വർഷക്കാലം എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടിരുന്ന. ആ സമയത്തൊക്കെ നമ്മൾ ഓരോ തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാറുമ്പം സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പേര് സുബിയുടെയാണ്. പക്ഷെ അപ്പോഴൊക്കെ സുബി പറയുന്ന കുറേ പേരുകളുണ്ട്, അയ്യോ ഞാൻ ഇപ്രാവശ്യം ഇല്ല, അവരെ മറ്റേ ആളെയാക്ക് അല്ലെങ്കിൽ ഇവരെയാക്ക്. അപ്പോൾ അവളില്ലെങ്കിൽ കൂടിയും അവിടെയുള്ള ബാക്കി ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഷോസൊക്കെ വരുമല്ലോ. അപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ട് ഓരോ ഐറ്റംസുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് ഇന്ന ഐറ്റം കൊടുക്കുക, അല്ല അത് നീ ചെയ്യുന്നല്ല, അല്ല വേണ്ട കേട്ടോ, അത് എൻ്റെ തെസ്നത്ത് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്യട്ടെ, അല്ലെ കൃഷ്ണ ചെയ്യട്ടെ, അല്ല അവർ ചെയ്യട്ടെ. അങ്ങനെ മറ്റുള്ളവർക്ക് വീതം വെച്ച് കൊടുക്കുന്നതിൽ ഒരു മടിയില്ലായിരുന്ന ഒരാളായിട്ടാണ്. അതെ അതെ അതെ. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിട്ടായിരുന്നു ആദ്യം വന്ന്. അപ്പോൾ ഈ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നവർ പെട്ടെന്ന് വെസ്റ്റേൺ ചെയ്യുമ്പോൾ അത് കാണാനൊരു ഇച്ചിരി ഒരു ഓക്വേർഡാണ് കാണുന്നത്. കാരണം മോഹിനിയാട്ടം കളിക്കും പോലെയൊക്കെ തന്നെ ചിലപ്പോൾ ബോളിവുഡ് സ്റ്റൈലൊക്കെ. അപ്പോൾ അങ്ങനെ ആ സമയത്തൊക്കെ കുറേ കളിയാക്കലൊക്കെ ഞാൻ ഏറ്റുവങ്ങിയിട്ടുണ്ട്. ഇതെന്നെ കളിക്കുന്നത് ഇതെല്ലാം ഒരേപോലെ ഇരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചിയൊക്കെ പറയും അത് കുഴപ്പമില്ല, നമ്മൾ ഫോക്ക് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ വീഡിയോസ് കണ്ട് പഠിച്ച്. ചേച്ചി അന്ന് ഒരു പാട്ടൊക്കെ സെലക്ട് ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ഇപ്പം അന്നൊക്കെ നമ്മളെപ്പോഴും കൂടുതൽ മലയാളമൊക്കെ തന്നെയല്ലേ കണ്ടിരുന്നത്. നമ്മൾ തമിഴ് തെലുങ്ക് പാട്ടുകളൊന്നും അങ്ങനെ വലിയ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സച്ചിനിലെ പാട്ടൊക്കെ ചേച്ചി വഴിയാണ് ഞാൻ ഇങ്ങനെ പുതിയ പാട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നതും. സ്റ്റൈല് എൻ്റെ ഇപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ എല്ലാം സ്റ്റൈലും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതിൽ ഒരാൾ ചേച്ചിയാണ്. അല്ല, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ പുതിയ ഈ ചാനൽ ഷോസിലൊക്കെ, ഈ കോമഡി ഷോസിലൊക്കെ നമ്മൾ ജഡ്ജായിട്ടിരിക്കുമ്പോഴും ഈ പുതിയ പെൺകുട്ടികൾ വരുമ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന സുബിയായിരുന്നു. അപ്പം നമ്മൾ ഇവരെല്ലാം കമ്പയർ ചെയ്യുന്ന സുബിയായിട്ട്. നിങ്ങൾ ഉഗ്രനാണ് കേട്ടോ, നിങ്ങൾ നല്ല ആർട്ടിസ്റ്റാണ്. ചില സമയത്ത് സുബിയുടെ ചില സാമ്യം വരുന്നുണ്ടെന്ന് പറയുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ്, മനസ്സിലായി. അപ്പോൾ അവർ പറയാറുണ്ട്, അയ്യോ താങ്ക് യു കേട്ടോ സുബി ചേച്ചിയായിട്ട് അങ്ങനെ കമ്പയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം എന്ന് പറയാറുണ്ട്. കാര്യം നമുക്ക് ഈ സ്റ്റേജിൽ ഒരു പെൺകുട്ടി ഭംഗിയായിട്ടൊരു സ്കിറ്റ് പെർഫോം ചെയ്യുമ്പം നമുക്ക് വേറെ ആരും ഓർമ്മ വരില്ല. ഇപ്പോഴും നമ്മൾ സ്കിറ്റ് എഴുതുമ്പോൾ ഇപ്പം അറിയാതെ ഞാനത് പറയാൻ പറ്റുമായിരുന്നു. ടിനിച്ചേട്ടൻ പറഞ്ഞാലും പറയാൻ പറ്റുമായിരുന്നു. ചേട്ടൻ പറ, അത് തന്നെ ആയിരിക്കും. അല്ല, ഇങ്ങനെ നമ്മൾ സ്കിറ്റ് എഴുതുമ്പോൾ അത് ഇങ്ങനെ അറിയാതെ അറിയാണ്ട് വരും.